എനിക്ക് നല്ല വിശപ്പുണ്ട് ഇളാമ, നിങ്ങൾക്കൊന്നും വേണ്ടേ? ഇതൊന്ന് തിന്നോക്കി ഇളാമ, വീട്ടിൽ ചെന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കി തരണട്ടാ. അതിന് നീ കോഴീനെ വളർത്തുന്നുണ്ടോ? അവിടെ ഇഷ്ടംപോലെ കോഴിയുണ്ട്. അവിടെ കദീഷ് താത്താക്കും നബീസ് താത്താക്കൊക്കെ നല്ലോണം കോഴിയുണ്ട്. ഞാൻ അവറ്റക്കൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കലുണ്ട് കേട്ടാ. അവറ്റൊക്കെ എന്നോട് ഇണങ്ങിയിരിക്കണ്. എനിക്ക് വേഗം പിടിക്കാൻ പറ്റും. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി തരണേ ഇളാമ. നമ്മളവിടുത്തെ നാടൻ കോഴിയാണെങ്കിൽ എന്തോരം രുചി ഉണ്ടാവും അറിയോ. കുട്ടികളെ എല്ലാവരും ഇതിന് തിന്നോളിട്ടാ. നല്ല രസമുണ്ട് തിന്നാന്. വിശപ്പ് ഇപ്പോഴാണെന്ന് മാറിയത്. അവിടെ നബീസ് താത്താക്ക് 50 കോഴിയുണ്ട്. പിന്നെ അതിൻ്റെ കുട്ടികളും ഒക്കെ ഉണ്ട്, കുറേ ഉണ്ട്. കദീഷ് താത്താക്ക് കുറേ പൂവൻ കോഴികളുടെ എന്തോരം വലിപ്പമുള്ള പൂവൻ കോഴിയായിട്ട്. നമുക്ക് ഒന്ന് കിട്ടിയാൽ മതി. നമ്മൾക്ക് എല്ലാവർക്കും ആ ഒന്ന് കിട്ടിയാൽ മതി. എന്തോരം വലിപ്പമുണ്ടെന്ന് പറയാം. നല്ലോണം തിന്നിട്ട് ഇങ്ങോട്ട് വളർന്നിക്കണ്. ഇളാമ ഈ കോഴി ചുടുമ്പോഴേ ഈ പെരട്ടിയ കൂട്ടാനും ഉണ്ടാക്കണം കേട്ടാ. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പെരട്ടിയ കൂട്ടാനുള്ള. ഇത് ഇളാമാക്ക് അറിയോ ഇതെങ്ങനെ ഉണ്ടാക്കണെന്ന്? നമ്മളെ വീട്ടിൽ പണ്ട് എത്രോരം കോഴി ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോന്നിനെ പിടിച്ചുകൊണ്ടുപോകും. പുതിയാപ്പിളാർ വന്നിക്കണ്, ഒന്നിനൊന്ന് പിടിച്ചുകൊണ്ടോട്ടെ എന്ന് പറയും. അപ്പോൾ വല്യമ്മ പറയും, ആ എടുത്തോ, കൊണ്ടുപോയിക്കോ. ഇപ്പോൾ നമുക്ക് തരാൻ ആരുമില്ല. ഞാൻ ഓരോടുന്നൊക്കെ വേണ്ടപ്പോൾ എടുക്കും. ഒരു ദിവസം ആലിയാക്ക വന്നിട്ട് ചാക്കിൽ 4 എണ്ണത്തിനെ കോഴീനിട്ട്. ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആലിയാക്ക അത് ഞങ്ങളെ കോഴിയാണല്ലോ എന്ന്. അപ്പോൾ ആലിയാക്ക പറഞ്ഞ്, നിങ്ങളെ കോഴി ആയാലെന്താ, എൻ്റെ ചട്ടിയിൽ വേവും. ഓരോരുത്തർ കോഴീനെ പിടിച്ചു കൊണ്ടുവരണം. അവർ നമ്മളോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങളെ കോഴി ഞങ്ങളെ ചട്ടിയിലും വേവുമെന്ന്. എന്നും ഓരോ കോഴീനെ എടുത്തിട്ട് ചുടണം. ഇളാമ നബീസ് താത്താൻ്റെ ഒരു കോഴിയുണ്ട്. അത് എപ്പോഴും നമ്മളവിടെ തന്നെ, നമ്മളെ ഭക്ഷണം തന്നെ അത് കഴിക്കുക. അതിനൊന്നും അവരാരും ഒന്നും കൊടുക്കൂല, ആരും നോക്കൂല്ല. ഞാൻ എപ്പോഴും വിചാരിക്കും അതിനങ്ങോട്ട് പിടിച്ചിട്ട് അറുത്താൽ എന്താന്ന്. ആരും ചോദിക്കാൻ വരില്ല. ഫായിന, ഈ മിണ്ടാണ്ടിരുന്നോട്ടാ. അടുത്തുള്ള ആൾക്കാരെ കോഴീനൊന്നും എടുക്കാൻ പറ്റൂല കേട്ടാ. അവരെ ഒരു ചെറിയൊരു കോഴീനെ നമ്മളെങ്ങാനും എടുത്താൽ അവർ നമ്മളെ കാറുകൊണ്ട് എടുക്കും. പിന്നെ ഒന്നും പറയാൻ പറ്റൂല കേട്ടാ. വർത്താനം പറയാതെ വേഗം തിന്ന് തീർക്ക്. മതിയായെങ്കിൽ നീച്ചൂട്. ലാപ്പ ഒന്ന് തിന്നോക്കളാപ്പ, നല്ല രുചിയുണ്ട്. പണ്ട് കാലത്തായിരുന്നു വയറിന് അസുഖമാണെന്നും പറഞ്ഞ് ഒരു ഭക്ഷണവും കഴിക്കാണ്ട് പട്ടിണി കിടക്കുക, അയമോദകം കാച്ചി കുടിക്കുക. ഇതൊക്കെ എൻ്റെ വല്യമ്മ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യണ്ട ഇളാപ്പ. ഈ ചിക്കനൊന്ന് കഴിച്ചു നോക്ക്, വയറിൻ്റെ എല്ലാ അസുഖവും മാറും, കുടലൊക്കെ ഉരുകി ലെവലാവും. ഇതിൽ പല മരുന്നും ചേർക്കണ്ടല്ലപ്പ. റില്ലു വേഗം കഴിച്ചോട്ടാ, പിന്നെ ഒന്നും കിട്ടൂല. ഇതാണ് വെച്ചു കൊടുക്കാണ്ട്. അതില് ഹാഫ് 2 കഷ്ണമായിട്ട് ഈ ചട്നി വെച്ചോക്കും. എല്ലാ ചട്നിയും അത് വെച്ചു കൊടുത്താൽ അതിക്ക് വെച്ചോ. എനിക്ക് ചപ്പാത്തി വേണ്ടായിട്ടാ.
അതിന്റെ എല്ല് ഭാഗമൊന്നും ജാസ്തി കഴിക്കില്ല. എന്നാലും ഉപ്പ് കഴിച്ചോളൂ. കഴിച്ചടാ. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സ്ഥലത്തെല്ലാം മറ്റെല്ലാം ടീ കോണറിലാണ് നിങ്ങളവിടെ ടീ കോണറല്ലേ? ഇതൊരു വെറൈറ്റി. അത് ആ ഒരു ഏരിയ ഫുള്ളൊരു ഞങ്ങൾക്ക് അതിനേക്കാൾ നല്ലത് അല്ലാണ്ട് അതിന് അത്ര വലിയ നല്ല ഹോട്ടൽ അന്ന് പൊരിച്ച കടിയൊക്കെ മുഴുവൻ ഇങ്ങനെ വിഷയം. നന്നായി നീ കറക്റ്റ് സമയത്ത് അവിടെ കാസർഗോഡാണ്. കാസർഗോഡാണ്. കാസർഗോഡ് ഉറപ്പല്ലേ? ഇന്ന് ഓഫായി തന്നെ